أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ദിനേന നാം പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സുകളിൽ ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാക്കുന്ന, അമ്പരപ്പിക്കുന്ന, ക്രൂരമായ, ഭയാനകമായ വാർത്തകളാണ് നാം നിരന്തരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നാം തന്നെ ചിന്തിച്ചെന്നു വരും, മനുഷ്യനിതെല്ലാം സാധിക്കുമോ? ഇത്ര ക്രൂരമായി പെരുമാറുവാൻ സാധിക്കുമോ എന്ന്. ലോകം നശിക്കുന്നത് മനുഷ്യനെ കൊണ്ട്, വനങ്ങൾ അപ്രത്യക്ഷമാകുന്നതും മനുഷ്യനെ കൊണ്ട്, ശുദ്ധജലം അശുദ്ധമാകുന്നതും അന്തരീക്ഷം മലിനമാകുന്നതും മനുഷ്യനെ കൊണ്ട്, ചക്രവാളത്തിന്റെ മതിൽക്കെട്ടിൽ കയ്യും കുത്തി നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഭ്രമണം നിയന്ത്രിക്കാനും ഗോളങ്ങളെടുത്ത് പന്തടിക്കാനും താരങ്ങളെക്കൊണ്ട് നൃത്തം ചെയ്യിക്കാനും കോശങ്ങളെ തന്റെ വരുതിയിൽ നിർത്തുവാനും മരണത്തെപ്പോലും അകറ്റി നിർത്തുവാനും കഴിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെന്റെ പൂർണ്ണ അറിവോടുകൂടി സ്വന്തം വാസസ്ഥലം നശിപ്പിക്കുന്നത്, തന്റെ ഫാക്ടറികളിൽ നിന്നും ഉയരുന്ന വിഷപ്പുക ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടും എന്തേ മനുഷ്യൻ നിഷ്ക്രിയനായിരിക്കുന്നത്? എന്തേ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും ചെയ്യുന്നത്? ആണവായുധങ്ങളുടെ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത്? എന്തേ 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 എന്ന ചോദ്യങ്ങൾക്കൊരുത്തരമേയുള്ളൂ. ഒന്നുകിൽ അവൻ സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അനുസരിക്കേണ്ട രീതിയിൽ അനുസരിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു മനുഷ്യൻ സ്വാർത്ഥനാകുന്നതിൽ എന്താണ് തെറ്റ്? സ്വാർത്ഥനായ മനുഷ്യൻ തന്റെ സഹജീവികളെയും പിറക്കാനിരിക്കുന്ന തലമുറകളെയും കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ എന്താണ് കുറ്റം? സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഈ ഒരു മനോഭാവമായിരിക്കും മനുഷ്യ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും അന്ത്യം കുറിക്കാൻ പോകുന്നത്. ഈ ദുരന്തം സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും വയലേലകളും ദിവസങ്ങളോളം കത്തരുത് എന്ന് നാം മോഹിക്കുന്നുവെങ്കിൽ, ആന്ത്രാക്സും എബോള വൈറസും എയ്ഡ്സും ഒന്നും മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യം കുറിക്കരുതെന്ന് നാം അഭിലഷിക്കുന്നുവെങ്കിൽ, ഇനിയും കുടുംബങ്ങൾ ശിഥിലമാകരുതെന്നും യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളാകരുതെന്നും വിദ്യാർത്ഥിനികൾ വിവാഹത്തിനു മുൻപ് ഗർഭവതികളാകരുതെന്നും പിതാവാരെന്നറിയാത്ത സന്താനങ്ങളുടെ ദുരന്തത്തിന് ലോകം സാക്ഷിയാകരുതെന്നും 7-8 വയസ്സുള്ള കുട്ടികൾ കലാലയങ്ങളിൽ തോക്കുമായി ചെന്ന് സഹപാഠികളെ വെടിവെച്ചു കൊല്ലുന്ന ഭയാനകമായ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കണമെന്നും വ്യഭിചാരിണികളെ കൊണ്ട് സമൂഹങ്ങൾ നിറക്കപ്പെടരുതെന്നും ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം മാറേണ്ടിയിരിക്കുന്നു. ഈ മാറ്റം താമസിപ്പിച്ചുകൂടാ. കാരണം കത്തേണ്ടതെല്ലാം കത്തിക്കഴിഞ്ഞിട്ട്, നശിക്കേണ്ടതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട്, ഭൂമിയിൽ നിന്നുള്ള വിഷപ്പുക സൂര്യനെ മറച്ചു കഴിഞ്ഞിട്ട്, രാവും പകലും തിരിച്ചറിയാൻ കഴിയാതെയായിട്ട്, ആകാശഭൂമികൾ അണവശക്തി കൊണ്ട് മലിനമായിട്ട്, വെള്ളം വിഷമയമുള്ള ഐസായി മാറിയിട്ട് മാറാമെന്ന് കരുതിയാൽ മാറുവാൻ മനുഷ്യനുണ്ടാവുകയില്ല, ജീവജാലങ്ങൾ ഉണ്ടാവുകയില്ല, സസ്യലതാദികൾ ഉണ്ടാവുകയില്ല. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. മാറ്റം എവിടെയാണ് സംഭവിക്കേണ്ടത്? മാറ്റം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലാണ്. കാരണം വ്യക്തികൾ കൂടുന്നതാണ് കുടുംബം, കുടുംബങ്ങൾ കൂടുന്നതാണ് സമൂഹം, സമൂഹങ്ങൾ കൂടുന്നതാണ് രാജ്യം, രാജ്യങ്ങൾ കൂടുന്നതാണ് ലോകമെല്ലാം. ആരംഭിക്കുന്നത് മനുഷ്യനിൽ നിന്നും, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും. സമൂഹമാകുന്ന കെട്ടിടത്തിന്റെ ഇഷ്ടികകളാണ് ഞാനും നിങ്ങളും, അവനും അവളും. ഇഷ്ടിക നന്നല്ലയെങ്കിൽ അതുകൊണ്ട് ഭദ്രമായ ഒരു സമൂഹം പടുത്തുയർത്തുക ഒരിക്കലും നമ്മെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ മാറ്റം സംഭവിക്കേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. സ്രഷ്ടാവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി നന്മകൾ പ്രവർത്തിക്കണം, തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. സ്രഷ്ടാവ് ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കാണുകയും സ്രഷ്ടാവ് വെറുക്കുന്നിടത്ത് നമ്മെ കാണാതിരിക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ തത്വം. എന്നാൽ അന്ധമായൊരു വിശ്വാസിയാകുവാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നില്ല. യുക്തിയുടെ പടവുകൾക്കപ്പുറത്ത് നിന്ന് ചിന്തിച്ചാലേ വിശ്വാസത്തിന്റെ അടിത്തറ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുമില്ല.
അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചുറ്റുപാടുമുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ശരീരഘടനയിലേക്കും പ്രപഞ്ചത്തിലേക്കും പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നത്. മനുഷ്യ ശരീരം, അതിന്റെ ഘടന, അതിന്റെ സംവിധാനം എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെ ആണ് നാം അനാറ്റമി, ശരീരവിജ്ഞാനീയം എന്ന് വിളിക്കുന്നത്. ജന്തുക്കൾ, അവയുടെ ഘടന, അവയുടെ സംവിധാനം, അവയുടെ തരംതിരിവ് എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, സുവോളജി, ജന്തുവിജ്ഞാനീയം എന്ന് വിളിക്കുന്നത്. സസ്യങ്ങൾ, അവയുടെ ഘടന, അവയുടെ തരംതിരിവ്, വിതരണം എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, ബോട്ടണി, സസ്യശാസ്ത്രം എന്ന് വിളിക്കുന്നത്. പദാർത്ഥത്തെയും ഊർജത്തെയും പരമാണുവിനെയും എല്ലാം സംബന്ധിച്ച് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, ഫിസിക്സ് എന്ന് വിളിക്കുന്നത്. ധാതു പദാർത്ഥങ്ങളെയും അവയുടെ ഘടനകളെയും സംവിധാനത്തെയും തരംതിരിവിനെയും സംബന്ധിച്ച് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, ജിയോളജി എന്ന് വിളിക്കുന്നത്, ഭൂഗർഭശാസ്ത്രം. ഭൂമി, അതിലെ പർവ്വതങ്ങളെയും സമതലങ്ങളെയും പുഴകളെയും സാഗരങ്ങളെയും കുറിച്ച് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം എന്ന് വിളിക്കുന്നത്. നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും അവയുടെ ചലനത്തെയും സ്ഥാനത്തെയും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെയും സംബന്ധിച്ച് പഠിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, അസ്ട്രോണമി എന്ന് വിളിക്കുന്നത്. കാറ്റ്, അതിന്റെ ഗതി, മേഘങ്ങൾ, അവയുടെ രൂപീകരണം, പരിണാമം എന്നിവയെ സംബന്ധിച്ച് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം, മീറ്റിയോളജി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് വ്യത്യസ്ത പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് എന്തുകൊണ്ട്? ഒന്ന്, സ്രഷ്ടാവിനെ മനസ്സിലാക്കാൻ. രണ്ട്, സ്രഷ്ടാവിന്റെ സന്ദേശമായ വിശുദ്ധ ഖുർആന്റെ മാനുഷികത ബോധ്യപ്പെടാൻ. മൂന്നാമതായിട്ട് ഇഹലോകത്തിലും നമുക്ക് ഉയർച്ച സമ്പാദിക്കാൻ. വിശ്വാസത്തിന്റെ അടിത്തറയാണ്, ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമല്ല ഏകനായ സ്രഷ്ടാവല്ലാതെ എന്ന ഉജ്ജ്വലമായ തത്വം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക. ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാതെ യാതൊന്നും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണത്തിന്, ഒരു ക്യാമറയുടെ വിവിധ ഭാഗങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാവുകയോ അവ കൂടിച്ചേർന്ന ഒരു ക്യാമറയാവുകയോ ചെയ്യുകയില്ല എന്ന് നിരീശ്വരവാദികൾ പോലും സമ്മതിക്കുമ്പോൾ, ഒരു ക്യാമറയേക്കാൾ അതിസങ്കീർണമായ നമ്മുടെ കണ്ണുകൾ ഒരു സ്രഷ്ടാവ് സൃഷ്ടിക്കാതെ യാദൃശ്ചികമായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തലയോടിന്റെയും മുഖാസ്ഥിയുടെയും സുരക്ഷിതമായ കോട്ടക്കുള്ളിൽ മുൻഭാഗം മാത്രം തുറന്ന ഓർബിറ്റ് എന്ന ഗുഹയ്ക്കുള്ളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യേണ്ടതെന്നും, കണ്ണുകളിൽ വല്ലതും പതിക്കുന്നത് തടയാനായി കാവൽ ഭടന്മാരായ കൺപോളകൾ വേണമെന്നും, കണ്ണുകളിൽ പൊടി കയറാതിരിക്കാൻ അറിയാതെയും അടിയിൽ നിന്നും മുകളിൽ നിന്നും വീശിക്കൊണ്ടിരിക്കുന്ന ചാമരം പോലെയുള്ള കൺപീലികൾ വേണമെന്നും, കണ്ണുകൾ സദാ വൃത്തിയാക്കാനായിട്ട് അറിഞ്ഞും അറിയാതെയും കണ്ണുനീര് വരുവാനുള്ള സംവിധാനം വേണമെന്നും, പ്രകാശം പിടിച്ചെടുക്കാനായിട്ട് കണ്ണുകളുടെ ബാഹ്യഭാഗത്ത് കോർണി വേണമെന്നും, പ്രകാശത്തിന്റെ തീവ്രത നിയന്ത്രിച്ച് കണ്ണുകൾക്ക് സഹിക്കാൻ സാധിക്കും വിധം അവ ക്രമീകരിച്ചുള്ളിലേക്ക് കടത്തിവിടാനായിട്ട് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന നേത്രദ്വാരങ്ങളായ പ്യൂപ്പിൾസ് വേണമെന്നും, നേത്രദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശമൊന്ന് പതിക്കാനായിട്ട് കോൺവെക്സ് ലെൻസ് വേണമെന്നും, അടുത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് കോൺവെക്സ് ലെൻസ് തടിക്കണമെന്നും, ദൂരെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് കോൺവെക്സ് ലെൻസ് നേർത്തതാകണമെന്നും, കോൺവെക്സ് ലെൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശമൊന്ന് പതിക്കാനായിട്ട് കണ്ണിന്റെ പിൻഭാഗത്ത് ചുമരായ റെറ്റിന വേണമെന്നും, റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശത്തെ വോൾട്ട് കുറഞ്ഞ വൈദ്യുതി തരംഗങ്ങളാക്കി മസ്തിഷ്കത്തിൽ എത്തിക്കാൻ റെറ്റിനയ്ക്ക് ചുറ്റും കോൺകോശങ്ങൾ വേണമെന്നും, കണ്ട വസ്തു എന്തെന്ന് തിരിച്ചറിയാൻ നിമിഷങ്ങൾ പോലും എടുക്കാതെ അത് തിരിച്ചറിയാനായിട്ട് അതിസങ്കീർണമായ സംവിധാനമുള്ള മസ്തിഷ്കം വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ സംവിധാനിക്കുകയും ചെയ്ത, അതുപോലെ ഒട്ടേറെ ശരീരാവയവങ്ങളെയും ജീവജാലങ്ങളെയും ജന്തുജാലങ്ങളെയും പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിനെ മനുഷ്യൻ എങ്ങനെയാണ് നിഷേധിക്കുന്നത്?